265 കോടി ലാഭത്തിന് പിന്നിൽ വൻ ചതി. സൗബിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പോലീസ്. സൗബിൻ ഷാഹിർ ഉടൻ അറസ്റ്റിലാകുമെന്നും സൂചന. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ സൂപ്പർ ഹിറ്റുകളിലൊന്നായ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി പോലീസ്. നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തുകൊണ്ട് മരട് പോലീസ് ഹൈക്കോടതിയിൽ പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചു. സിവിൽ കേസാക്കി മാറ്റി വർഷങ്ങളോളം പണം കൈവശം വെക്കാമെന്ന ഉദ്ദേശത്തോടെ പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസിന്റെ പ്രധാന കണ്ടെത്തൽ. നിക്ഷേപകനായ അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ ഹമീദിനെ വഞ്ചിച്ചെന്ന കേസിലാണ് നിർമ്മാതാക്കൾക്കെതിരെ പോലീസ് അന്വേഷണം നടക്കുന്നത്. സിനിമയുടെ ലാഭവിഹിതത്തിന്റെ 40% വാഗ്ദാനം ചെയ്ത് 7 കോടി രൂപ നിക്ഷേപം വാങ്ങി. എന്നാൽ ലാഭം നൽകാതെ വഞ്ചിച്ചുവെന്നായിരുന്നു പരാതി. ഈ മാസം 26-ന് ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. പരാതിക്കാരൻ കേസ് കൊടുത്താൽ സിവിൽ കേസുമായി മുന്നോട്ട് പോകും. ഇതിന് വർഷങ്ങളെടുക്കും. അതുവരെ പണം യഥേഷ്ടം ചെലവഴിക്കാമെന്ന് പ്രതികൾ കണക്കുകൂട്ടി. ഇത് ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പോലീസ് റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. വരുമാനത്തിലെ പൊരുത്തക്കേട് സംബന്ധിച്ചും എല്ലാ മാർഗങ്ങളിലൂടെയുമായി സിനിമയ്ക്ക് 265 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഒരു ഭാഗം മാത്രമേ വിതരണക്കാരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളൂ. ബാക്കി തുക പ്രതികളുടെ സ്വകാര്യ അക്കൗണ്ടുകളിലേക്കാണ് പോയത്. ചെലവിലെ കൃത്രിമവും പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സിനിമയുടെ നിർമ്മാണ ചെലവ് 22 കോടി രൂപയാണെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥ മുതൽ മുടക്ക് 18.5 കോടി രൂപ മാത്രമാണ്. കേസിലെ ഒന്നാം പ്രതിയെ സൗബിൻ ഷാഹിർ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് കൈപ്പറ്റാതെ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുവെന്നും പോലീസ് റിപ്പോർട്ടിൽ കണ്ടെത്തുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് നിർമ്മാതാക്കൾ 5.99 കോടി രൂപ പരാതിക്കാരന് നൽകിയതെന്നും ഇത് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും പോലീസ് റിപ്പോർട്ടിൽ സൂചനയുണ്ട്. കേസ് റദ്ദാക്കണമെന്ന പ്രതികളുടെ ആവശ്യം കഴിഞ്ഞ മാസം ഹൈക്കോടതി തള്ളിയിരുന്നു. പോലീസിന്റെ പുതിയ റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമയെ പിടിച്ചുകുലുക്കിയ സാമ്പത്തിക തട്ടിപ്പ് കേസ് പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ രാഷ്ട്രീയപരമായ മുതലെടുപ്പാണ് നടത്തുന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളുമായി ഇവരൊക്കെ രംഗത്ത് വന്നെങ്കിലും കൃത്യമായ തെളിവുകളോടെയാണ് ഇപ്പോൾ സൗബിൻ ഷാഹിറിനെതിരെ ആരോപണവുമായി കോടതിയിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.